പോലീസുകാരൻ അടിക്കുന്നത് നിങ്ങൾ കണ്ടു, അതിന്റെ പുറകിലെ വിഷ്വൽ നിങ്ങൾ കണ്ടു, അതിന്റെ ഹെൽമെറ്റിന്റെ കളർ നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് അയച്ച വീഡിയോയിലുണ്ട്. ഇനി അതിന്റെ ഫ്രണ്ട് വിഷ്വൽ, നേരത്തെ അടിച്ചതിന്റെ ഫ്രണ്ട് വിഷ്വലും നേരത്തെ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നിങ്ങൾക്ക് അയച്ചു തന്നിട്ട് ഗ്രൂപ്പിൽ ഒന്നും കൂടി അയക്കാം. ആ പോലീസുകാരനെ സൂം ചെയ്യുമ്പോൾ കാണുന്നത് ഈ മുഖമാണ്. ഈ മുഖമാണ് ആ പോലീസുകാരനെ സൂം ചെയ്യുമ്പോൾ കാണുന്നത്. നിങ്ങളുടെ ഫോണുകളിലേക്ക് അതിന്റെ വീഡിയോയും മറ്റു ഡീറ്റെയിൽസും എല്ലാം അയച്ചു തരാം. ഇനി ഇതിന്റെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക. ഞാൻ രണ്ടാമത് പോലീസിന്റെ അടുത്ത് ചെന്നിട്ട് അതിന്റെ ഫ്രണ്ടില് ഞാനും DCC പ്രസിഡന്റ്, ഞാൻ പ്രവർത്തകരോട് പറഞ്ഞു ഒരാളും പ്രൊവോക്ഡ് ആവരുത്. അപ്പൊ നിങ്ങളെ അടിച്ച് MP അടിച്ച് ഞാൻ പറഞ്ഞു അത് നമുക്ക് ലീഗലി അത് കൈകാര്യം ചെയ്യാൻ സാധിക്കും, നിങ്ങളൊരാളും പ്രൊവോക്ഡ് ആവരുത്. ഞാൻ അപ്പോഴും രണ്ടാമത് പരിക്കേറ്റ് നിൽക്കുമ്പോഴും ഞാൻ അതാണ് അവരോട് പറഞ്ഞു, നിങ്ങൾ പ്രൊവോക്ഡ് ആവരുത്, ഇത് ലീഗലി കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കും, ജനങ്ങളുടെ മുമ്പിൽ ഇത് എക്സ്പോസ് ചെയ്യാൻ നമുക്ക് സാധിക്കും, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പോയി സംസാരിക്കാം, നിങ്ങൾ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞ് പ്രവർത്തകരെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഈ മുൻനിരയിൽ നിൽക്കുന്ന ഒരുത്തനോട് ഞാൻ ചോദിച്ചു, താനല്ലേ എന്നെ മർദ്ദിച്ചതെന്ന് ഞാൻ അവിടെ ചോദിച്ചപ്പോ അയാൾ അപ്പൊ എത്ര ആളുകളുടെ ഇടയിൽ എന്നോട് പറഞ്ഞു, ഞാൻ ഇതിന്റെ മുമ്പിൽ ഉണ്ടായിട്ടേ ഇല്ല സാറേ, ഞാൻ ബാക്കിലാണ് നിന്നിരുന്നത്. പിന്നെ ഞാൻ വിഷ്വൽ പരിശോധിക്കുമ്പോഴും മുഖം കാണുമ്പോഴും ഞാൻ ആ ചോദിച്ച വ്യക്തി തന്നെയാണ് മുമ്പിൽ ഉണ്ടായിരുന്നതും മർദ്ദിച്ചതും അതിന് നേതൃത്വം നൽകിയതും എന്നുള്ളത്. അതിന്റെ വിഷ്വലും ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. അപ്പൊ ആരാണ് അടിച്ചതെന്ന് കണ്ടെത്താൻ പിണറായി വിജയൻ സർക്കാരിന്റെ പണിയെടുക്കാത്ത AI ടൂളിന്റെ ആവശ്യമൊന്നുമില്ല. 6 ഇഞ്ച് മൊബൈൽ സ്ക്രീനിൽ ആ വീഡിയോ 4 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കുമ്പോൾ ഇത് അതിന്റെ ഫ്രണ്ട് വിഷ്വൽ നിങ്ങൾ കാണുക, അയാൾ മർദ്ദിക്കുന്നതിന്റെ ഫ്രണ്ട് വിഷ്വൽ. ഈ മർദ്ദിക്കുന്നത്, ഇനി മർദ്ദിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരാണെന്നുള്ളൊരു അന്വേഷണം ഞങ്ങൾ നടത്തി. മർദ്ദിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരാണെന്നുള്ളൊരു അന്വേഷണം ഞങ്ങൾ നടത്തുമ്പോഴാണ് ഇത് ബോധപൂർവമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ഒന്നും കൂടെ വെളിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് ഇന്ത്യൻ എക്സ്പ്രസിൽ തിരുവനന്തപുരത്ത് വന്ന കേരളത്തിൽ വന്ന ഒരു വാർത്തയാണ്. ഇത് എല്ലാ മാധ്യമങ്ങളും, അതിന്റെ ഒരു വീഡിയോ എടുത്തു, എല്ലാ മാധ്യമങ്ങളും 2023 ജനുവരി മാസത്തിൽ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ്. ഈ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള ആളുകളെ മാഫിയ ബന്ധത്തിന്റെ പേരിൽ ജനുവരി 16 പോലീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായിട്ടുള്ള വാർത്തകളും അതിന്റെ ഓർഡറും നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം, നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഞങ്ങൾ ഷെയർ ചെയ്യാം. 2-3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നു 2023 ജനുവരി 16. ആ വാർത്ത 2023 ജനുവരി 19 3 പോലീസുകാരെ പിരിച്ചുവിട്ടു എന്നുള്ള വാർത്തയാണ്. ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ്, ഡ്രൈവർ ഷെറി എസ് രാജ്, CPO റെജി ഡേവിസ് എന്നിവർക്കെതിരെയാണ് നടപടി. നിങ്ങൾ ആലോചിക്കുക, ഈ പിരിച്ചുവിട്ട ഗുണ്ടാബന്ധത്തിന്റെ പേരിലും ഗുരുതരമായ കേസുകൾ ഒതുക്കി തീർത്തതിന്റെ പേരിലും ആദ്യം സസ്പെൻഡ് ചെയ്യപ്പെട്ട, പിരിച്ചുവിട്ടു എന്ന് ടൈംസിന്റെ ഇതിന്റെയൊക്കെ വാർത്ത, പിന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ഇന്ത്യൻ എക്സ്പ്രസിലെ വാർത്ത. ഈ പറയുന്ന റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ് അണ്ടർ സസ്പെൻഷൻ ഫോർ ബീങ് ഇൻ ടച്ച് വിത്ത് ലാൻഡ് മാഫിയ വാസ് ഡിസ്മിസ്ഡ് ഓർ ലാപ്സ്ഡ് ഇൻ എ റേപ്പ് കേസ് പ്രോബിറ്റ് വൈൽ ഹി വാസ് പോസ്റ്റഡ് ആസ് ഇൻസ്പെക്ടർ അറ്റ് ശ്രീകാര്യം സ്റ്റേഷൻ. പിരിച്ചുവിട്ടുന്ന ഇന്ത്യൻ എക്സ്പ്രസിലെ 3 പോലീസുകാരെ പിരിച്ചുവിട്ടുന്ന കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും, ഇത് 24-ലും മാതൃഭൂമിയും ഏഷ്യാനെറ്റും മനോരമയും മറ്റെല്ലാ ചാനലുകളും ന്യൂസ് 8-നും പ്രിന്റ് മീഡിയയും എല്ലാവരും തിരുവനന്തപുരത്ത് 3 പോലീസുകാരെ പിരിച്ചുവിട്ടു എന്ന് വാർത്തയാണ്. ഇനി
ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഉൾപ്പെടെ ഇത് പിരിച്ചുവിട്ടു എന്നുള്ള വാർത്ത. ഇപ്പൊ കഴിഞ്ഞ ദിവസം വിവരാവകാശ പ്രകാരം ഒരു വാർത്ത പുറത്തു നിങ്ങൾ കണ്ടു. പിരിച്ചുവിട്ട പോലീസുകാരുടെ ഡീറ്റെയിൽസ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ല എന്നുള്ള മറുപടിയാണ് വിവരാവകാശ പ്രകാരം കൊടുക്കുന്നത്. വിവരാവകാശത്തിന്റെ കോപ്പി നിങ്ങൾക്ക് അയച്ചു തരും. എന്തുകൊണ്ടാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ലാത്തതെന്ന് അറിയോ? പിരിച്ചുവിട്ടു എന്ന് മാധ്യമങ്ങളോട് പറയാ, പിരിച്ചുവിട്ടു എന്ന് നിയമസഭയിൽ പറയാ, വലിയ ശുദ്ധീകരണ കലശം നടത്തിയെന്ന് അവകാശവാദം ഉന്നയിക്കുക, എന്നിട്ട് രഹസ്യമായി അവരെ സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് CPM പറയുന്ന ഗുണ്ടാപ്പണിക്ക് അവരെ നിയോഗിക്കുക. CI അഭിലാഷ് ഡേവിഡ് എന്ന CPMന്റെ പോലീസ് ഗുണ്ടയാണ് ഈ പേരാമ്പ്രയിലെ അക്രമത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അഭിലാഷ് ഡേവിഡ് വടകര കൺട്രോൾ റൂമിലെ CI ആണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പോസ്റ്റിങ്ങിന്റെ വിവരം. വെബ്സൈറ്റിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ പോസ്റ്റിങ്ങിന്റെ താഴെ കാണുന്നില്ല. ഫോട്ടോയുടെ കോളം ബ്ലാങ്കാണ്. പിരിച്ചുവിട്ടു എന്നുള്ളതാണ് പത്രമാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ പിരിച്ചുവിട്ടതിന്റെ ഓർഡർ നോക്കുമ്പോൾ കാണുന്നില്ല. സസ്പെൻഷന്റെ ഓർഡർ കാണുന്നുണ്ട്. ഇനി ആ സസ്പെൻഷൻ കഴിഞ്ഞിട്ട് റിവോക്ക് ചെയ്യുന്ന കാര്യത്തിൽ പോലും കൂടെ ഉണ്ടായിരുന്ന ആളുകളെ റിവോക്ക് ചെയ്തതിന്റെ ഓർഡർ ഈസിലി അവൈലബിൾ ആണ്. ഇയാളെ തിരിച്ചെടുത്തതിന്റെ ഓർഡർ കിട്ടാനും പാടാണ്. കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ പഴയ SFI ബന്ധം എന്ന് മാത്രമല്ല, വഞ്ചൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിത്യ സന്ദർശകൻ, സസ്പെൻഷൻ പീരീഡിൽ സമയം കൊല്ലുന്നതിന് നിരന്തരം ഏരിയ കമ്മിറ്റി ഓഫീസ് സന്ദർശിച്ചിരുന്ന ഒരാൾ, ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിരന്തര സന്ദർശനത്തിൽ മേലുദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ അതൃപ്തി പ്രകടിപ്പിച്ച ഒരാൾ, അങ്ങനെയുള്ള ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒരു പ്രൊവോക്കേഷനും ഇല്ലാത്ത ഒരു സമരത്തിൽ ഞങ്ങൾക്ക് നേരെ അക്രമം അഴിച്ചുവിടാനും മൂക്ക് തല്ലിപ്പൊളിക്കാനും തലക്കടിക്കാനും നേരെ ആളുകൾക്ക് നേരെ ഗ്രനേഡ് കഴിഞ്ഞിട്ട് കൊല്ലാൻ ശ്രമിക്കാനും ഒക്കെ പോലീസ് ശ്രമിക്കുന്നതിന്റെ പിന്നിലെ കാരണം അതാണ്. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഒന്നും കൂടെ പറയുന്നത്, CPMന് വേണ്ടി ഗുണ്ടാപ്പണി എടുക്കുന്നവർ പുറത്തുമുണ്ട്, പോലീസിനകത്തുമുണ്ട്. ഇപ്പൊ പോലീസിനകത്ത് ഈ ഗുണ്ടകളാണ് പോലീസിന് നേതൃത്വം നൽകുന്നത്. ഇവരെ സംരക്ഷിക്കുക, പുറത്തെ ഗുണ്ടകളെയും അകത്തെ ഗുണ്ടകളെയും സംരക്ഷകനായ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി, അവരുടെ രക്ഷാധികാരി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ്. ഞാൻ അത്ഭുതപ്പെട്ടിരുന്നു, പോലീസും ഞങ്ങളും തമ്മിലുള്ള ഒരു സമരത്തിന്റെ സംഘർഷത്തിൽ CPM എന്തിനാ റാലി നടത്തുന്നു? ഞങ്ങൾ അവിടെ പോയി പ്രസംഗിച്ച പാറക്കൽ ഉൾപ്പെടെയുള്ള പ്രവീണൻ ഉൾപ്പെടെയുള്ള KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പ്രസംഗിച്ചത് പോലീസിന്റെ വീഴ്ചകളെ പറ്റിയാണ്, പോലീസിനെതിരായിട്ടാണ്, ഈ കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരായിട്ടാണ്. പിറ്റേ ദിവസം റാലി നടത്തിയിട്ട് EP ജയരാജനെ പോലെ ആളുകൾ കൊണ്ടുവന്നിട്ട് ഇപ്പൊ മൂക്കിന്റെ പാലേ പോയിട്ടുള്ളൂ. കയ്യൂക്കുള്ള ആളുകൾ, പോലീസും ഞങ്ങളും തമ്മിലുണ്ടായിട്ടുള്ള ഒരു സമരത്തിനിടെ ഉണ്ടായിട്ടുള്ള സംഘർഷത്തിന്റെ പുറത്ത് CPM റാലി നടത്തിയിട്ട് പ്രവർത്തകരോട് ബാക്കി അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നതിന്റെ റീസൺ എന്താ? ഞാൻ ചില ഭരണവിലാസ യുവജന സംഘടനാ നേതാക്കന്മാരുടെ പത്രസമ്മേളനത്തിനും അവരുടെ അവകാശവാദങ്ങളെയൊന്നും ഗൗരവത്തിലെടുക്കുന്നില്ല. പക്ഷെ എനിക്ക് അവരുടെ പ്രവർത്തകരെ ഓർത്തിട്ട് സഹതാപമുണ്ട്. സമരകാലത്തെ പറ്റി പറയുന്നവരും സമരവീര്യത്തെ പറ്റി പ്രസംഗിച്ചവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഇപ്പോ ഭരണത്തിന്റെ സുഖലോലുപതക്ക് അടിമകളായിട്ട് മാറിയിരിക്കുകയാണ്. സമരമൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ ഇപ്പൊ അലർജിയും പുച്ഛമാണ്. സമരരംഗത്ത് വീഴുന്ന ചോരയോട് അവർക്കിപ്പോ പരിഹാസമാണ്. ഭരണം ആരുടെയും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒന്നും അല്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്താനും ആഗ്രഹിക്കുന്നു. നാളെ ഏത് ഭരണം വന്നാലും പോലീസ് ആളുകളുടെ മുഖത്തേക്ക് ഗ്രനേഡ് എറിയുന്നതും തലതല്ലി പൊളിക്കാൻ ശ്രമിക്കുന്നതിനും യോജിപ്പില്ലാത്ത യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടന്നു വന്നിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. നാളെ ആർക്കും, കാരണം ഇതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് പിന്നീടാണ് ചെറുപ്പക്കാരുൾപ്പെടെയുള്ള ആളുകൾക്ക് ഉണ്ടാവുന്നത്. ഒരു കാലത്ത് തലയിൽ അടിക്കാതിരിക്കാൻ പരിശീലനം ബെഹ്റയുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്ത കൊടുത്ത ആളുകളാണ്. ഇപ്പൊ തലയും മുഖവും മാത്രം നോക്കി അടിക്കുകയും മുഖത്തേക്ക് ഗ്രനേഡ് എറിഞ്ഞ് പൊട്ടിക്കാനും ശ്രമിക്കുന്ന പോലീസിങ്ങിനെ ഈ സമരകാലം പറയുന്നവർ പിന്തുണക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നത് അപഹാസ്യമാണ്. അവരുടെ കഴിഞ്ഞകാല സമരങ്ങളിൽ പങ്കെടുത്ത ആളുകളെ സംബന്ധിച്ച് ഓർക്കും എനിക്ക് സാധാരണ അവരുടെ നേതൃത്വത്തിന്റെ അത്തരം നിലവാരങ്ങളെ പറ്റി. പിന്നെ മൂക്ക് പൊട്ടിയാൽ സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഏതെങ്കിലും സൈബർ സഖാവ് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാം. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ഒരു LDF കൺവീനറുടെ സ്ഥാനത്ത് നിന്നിട്ട് മൂക്ക് പൊട്ടിയാൽ സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ജയരാജേട്ടൻ തന്റെ പരിക്കിനെ പറ്റി പറഞ്ഞപ്പോൾ എന്തായിരിക്കും മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് അറിയാൻ എനിക്ക് കൗതുകമുണ്ട്.
ഈ നേസൽ ബോൺ ഫ്രാക്ചർ റിഡക്ഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൻഡോസ്കോപ്പിക് സെപ്റ്റോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ തടി മീശയൊക്കെ വടിക്കൽ നിർബന്ധമുണ്ടോ എന്നുള്ളത് ആരോഗ്യമന്ത്രിക്ക് ഏതെങ്കിലും ഒരു ENT ഡോക്ടറോട് വിളിച്ച് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു ജനറൽ അനസ്തീഷ്യ കൊടുക്കുന്ന ആളുകൾക്ക് ഇത് സർജറിക്ക് വേണ്ടിയിട്ടല്ലല്ലോ, അനസ്തീഷ്യയുടെ ട്യൂബ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫിക്സ് ചെയ്ത് വെക്കാൻ താടി മീശയും തടസ്സാവോ എന്നുള്ള സംശയം. ഇപ്പോഴത്തെ പുതിയ പിന്നെ ഈ പ്ലാസ്റ്റിക് കാര്യങ്ങളും ടേപ്പിംഗും ഒക്കെ നടത്താൻ അതൊരു തടസ്സമല്ല, അതിനുള്ള ടെക്നോളജി ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ചോദിക്കാൻ ആരെങ്കിലും ഒക്കെ ഇവരുടെയൊക്കെ ബന്ധത്തിലും പരിചയത്തിലും ഡോക്ടർമാരായിട്ടും വിവരമുള്ളവരൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പൊ വന്നിട്ട് സർജറി നടത്തേണ്ടത് എവിടെയാണെന്നും ആരാണെന്നും താടി പഠിക്കണോ മീശ പഠിക്കണോ എന്നൊക്കെ ഡോക്ടറല്ല AKG സെന്ററിൽ നിന്ന് എഴുതി തരണമെന്ന് പറയണോ ഞങ്ങൾ? അപ്പൊ അതൊന്നും അറിയാതെ പറയുന്ന വിഡ്ഢിത്തങ്ങളാണെന്ന് ധരിക്കരുത്. അറിഞ്ഞുകൊണ്ട് അത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വലിയ കൊള്ളയെ മറച്ചു വെക്കാനുള്ള അവരുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് എന്ന കാര്യത്തിന് ഒരു സംശയം വേണ്ട. ഇത്തരം ക്രിമിനൽ പോലീസുകാരെ ഒരു വശത്ത് പിരിച്ചുവിട്ടു എന്ന് വലിയ അവകാശവാദം ഉന്നയിക്കുക, മറുവശത്ത് അവരെ രഹസ്യമായി റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് CPM-ന്റെ ഗുണ്ടകൾ എടുക്കുന്ന പണി പോലീസിനകത്തുനിന്ന് എടുക്കാൻ ഏൽപ്പിക്കുക, എന്നിട്ട് അവർ ആ ഗുണ്ടാ പണി ഉപയോഗിച്ചിട്ട് ഞങ്ങളെയൊക്കെ മർദ്ദിച്ചില്ലാതാക്കിയാൽ ഞങ്ങൾ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൊണ്ടുവരുന്നതിനോ ജനങ്ങളുടെ മുമ്പിൽ പറയുന്നതിനോ ഒരു തടസ്സമുണ്ടാവുമെന്നാണ് ആരെങ്കിലും കരുതുന്നതെങ്കിൽ അതുണ്ടാവില്ല. ഞങ്ങൾ ജനപക്ഷത്ത് ഉറച്ചു നിന്ന് തന്നെ മുന്നോട്ട് പോകും. ജനങ്ങളുടെ വിഷയങ്ങൾ ഇനിയും ഏറ്റെടുക്കും. ആശാവർക്കർമാരുടെ സമരത്തിനോട് ഇവർ കാണിച്ച അസഹിഷ്ണുത എത്ര വലുതാണെന്ന് നിങ്ങൾ കണ്ടതാണ് ഇന്നലെ. പ്രതിഷേധ സ്വരങ്ങളോടുള്ള ഇവരുടെ നിലപാട് എന്താണെന്ന് കണ്ടതാണ്. എന്നിട്ട് അതിനൊരു കള്ളക്കേസ് ബോംബിന്റെ പേരിലുണ്ടാക്കുക. ഞാനൊരു കാര്യം പറയാം, അവിടെ അയ്യന്റെ സ്വർണം ചെമ്പായി മാറിയതുപോലെ ഇവിടെ പോലീസിന്റെ ഗ്രനേഡ് ഞങ്ങളുടെ കയ്യിലുള്ള ബോംബാക്കി മാറ്റാനുള്ള കള്ളക്കഥയും ജനങ്ങൾ കയ്യോടെ പിടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. അല്ലെങ്കിൽ 10-ാം തീയതി പൊട്ടിയ ബോംബിന് 13-ാം തീയതി ഒരു കഥ ഉണ്ടാക്കിയിട്ട് FIR DYFI നേതാക്കന്മാരുടെ ഭാവനയാണ് പോലീസിന്റെ FIR സ്റ്റേറ്റ്മെന്റിൽ വരേണ്ടത്? അവരുടെ തിരക്കഥയാണോ FIR-ൽ വരേണ്ടത്? 10-ാം തീയതി അവിടെ ഒരു ബോംബ് പൊട്ടിയ നിങ്ങൾ മാധ്യമപ്രവർത്തകർ, പേരാമ്പ്രയിൽ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ ഇവിടെ ഉണ്ട്, നിങ്ങൾ അറിയാതിരിക്കുവോ? പോലീസ് അറിയാതിരിക്കുവോ? ഒരു ബോംബിന്റെ ഇൻസിഡന്റ് ഒരു സമരരംഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു സ്ഫോടക വസ്തു ഒരു സമരരംഗത്ത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പോലീസ് 3 ദിവസം മൗനം പാലിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആളുകളുടെ ലോജിക്കിനെ വെല്ലുവിളിക്കുകയാണ് ഇവർ, സാമാന്യ യുക്തിയെ. ഇപ്പൊ FIR ഒക്കെ ഇപ്പം DYFI നേതാക്കന്മാരാണ് എഴുതി കൊടുക്കുന്നത്. അവരുടെ തിരക്കഥയും ഭാവനയുമാണ് FIR ആയിട്ട് വരുന്നത് പോലീസിന്റെ. നിങ്ങൾ ഇനി വേറെ കാര്യം, എന്നിട്ട് അതിന് വ്യാപകമായ അറസ്റ്റും റെയ്ഡും രാത്രി 2 മണിക്കും 3 മണിക്കും കുട്ടികളും സ്ത്രീകളും ഉള്ള വീടുകളിലേക്ക് അതിക്രമിച്ച് കയറുക, റൂമിനകത്ത് കയറുക, ബെഡ്റൂമിനകത്ത് കയറുക, 1 വയസ്സും 1.5 വയസ്സുള്ള കുട്ടികൾ കടന്നുറങ്ങുന്ന റൂമിന്റെ വാതിലുകൾ തല്ലിപ്പൊളിക്കുക, വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച 5-8 സഹപ്രവർത്തകരെ, നിരപരാധികളായ പോലീസ് പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു 3 ദിവസം റിപ്പോർട്ട് ചെയ്യാത്തൊരു ഇൻസിഡന്റിന്റെ പേരിൽ പിന്നെ നടന്ന ചില പരിശോധനാ നാടകങ്ങൾക്ക് ഒടുവിൽ കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്യുക. ഞാൻ വേറെ 2 കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ജൂൺ മാസം 4-ാം തീയതി റിസൾട്ട് വന്ന ശേഷം ജൂൺ 8-ന് ബാബു എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ ഒരു ബോംബ് എറിഞ്ഞു. മണിയൂർ വിഷ്ണു എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ, എന്റെ അച്ഛൻ ബാബു എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ ഒരു ബോംബ് എറിഞ്ഞു. 8-ാം തീയതി പുലർച്ചെയാണ് ബോംബ് എറിയുന്നത്. 8-ാം തീയതി രാത്രി തന്നെ പോലീസ് FIR ഇട്ടു. 8-ാം തീയതി വൈകിട്ട് തന്നെ പോലീസ് FIR ഇട്ടു. വീട്ടിലേക്ക്, കുഞ്ഞു കിടന്നുറങ്ങുന്ന വീട്ടിലേക്ക് ബോംബ് എറിഞ്ഞിട്ട് സബ്സ്റ്റൻസും എവിഡൻസും മുഴുവൻ കാര്യങ്ങളും ഉണ്ടായിട്ട് പോലീസ് FIR ഇട്ടു. ഇന്നേ വരെ 1 കൊല്ലവും മാസങ്ങളുമായി ഈ പോലീസ് ഒരാളെ പോലും, ഒരു വീടിനകത്തേക്ക് ബോംബ് എറിഞ്ഞിട്ട് ഒരാളെ പോലും ഈ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ആ കേസിൽ പോലും അന്നത്തെ ദിവസം തന്നെ FIR ഇട്ടു. വേണോട്ട RNP പ്രവർത്തകനായ കക്കേട്ടിലെ പൊക്കേട്ടിന്റെ വീട്ടിലേക്ക് അതിന്റെ ശേഷം ബോംബെറിഞ്ഞു. അവരുടെ വീടിന്റെ ചില്ല് തകർന്ന് ഇത് അകത്തേക്ക് ചെന്നു. ഉള്ളിൽ വലിയ സ്ഫോടനം ഉണ്ടായി. ചെറിയ കുഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന അവരുൾപ്പെടെയുള്ള ആളുകൾ, ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഓടി കട്ടിലിന്റെ അടിയിലൊക്കെ ഒളിക്കുന്ന തരത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കുട്ടികൾ താമസിക്കുന്ന വീടിനകത്തേക്ക് ബോംബെറിഞ്ഞു. അന്ന് തന്നെ പോലീസ് FIR ഇട്ടു.
രാത്രി 2:42. വിവരം ലഭിച്ചത് 1:55. FIR ഇട്ടത് 2:42. FIRലുണ്ട്. ഇതുവരെ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല ഇവിടെ. ആ പോലീസാണ് 10-ാം തീയതി ബോംബെറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് 13-ാം തീയതി ഒരു FIR ഉണ്ടാക്കിയിട്ട് ആ കഥക്കനുസരിച്ചിട്ട് ഞങ്ങളെയൊക്കെ അതിനകത്ത് പ്രതി ചേർക്കാൻ ആഗ്രഹിച്ച് 5-8 പേരെ ഇപ്പോൾ റിമാൻഡിൽ തള്ളിയിട്ടുള്ളത് കള്ള കേസ് ഉണ്ടാക്കിയിട്ട്. ഈ കാര്യത്തിൽ നിരവധി പരാതികൾ ഞങ്ങൾ കൊടുത്തതാണ്, സമരങ്ങൾ ഞങ്ങൾ നടത്തിയതാണ്, IG-യെ കണ്ടതാണ്. എന്തേ ബോംബ് കേസിൽ പോലീസ് ആരെയും അറസ്റ്റ് രേഖപ്പെടുത്താതിരുന്നത്? അപ്പൊ പോലീസിന്റെ പണിയെടുക്കണം, അല്ലാതെ CPM-ന്റെ പോഷക സംഘടനയുടെ പണി പോലീസ് എടുത്താൽ അത് പേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലിരിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതിന് തയ്യാറല്ല എന്ന് വിനയത്തോടെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും നാടകങ്ങൾ ഇതിന്റെ പിന്നിൽ നടത്തുന്ന ആളുകൾ, നിങ്ങളുടെ ശ്രദ്ധയെ ഇവർ നടത്തുന്ന കൊള്ളയിൽ നിന്ന് തിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല തട്ടിപ്പ് തന്നെയാണ്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് പോകരുത്. CPM പ്രവർത്തകരോട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, വടകരയിലെ ജനങ്ങളോട് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളൊരാളും വടകരയിലെ ജനങ്ങളുടെ സമാധാന ജീവിതത്തെ ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു ഇടപെടലും നടത്താൻ ആഗ്രഹിച്ചിട്ടുള്ളവരല്ല, ആഗ്രഹിക്കുന്നവരല്ല, നാളെ ആഗ്രഹിക്കുകയുമില്ല, അങ്ങനെ ചെയ്യുകയില്ല. നിങ്ങളെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ പ്രവർത്തകരെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പോലീസിന്റെ യഥാർത്ഥ മുഖം നിങ്ങളും തിരിച്ചറിയണം. ആരാണ് നാടിന്റെ സമാധാനത്തെ കെടുത്തുന്നത് നിങ്ങളും തിരിച്ചറിയണം. അവർക്കെതിരെ പ്രതികരിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് ഈ ഇൻസിഡൻസിന്റെ സത്യാവസ്ഥ പല ഘട്ടങ്ങളിലായി പുറത്തു കൊണ്ടുവന്നവരിൽ നിങ്ങളുമുണ്ട്. നിങ്ങൾ നടത്തിയ സത്യസന്ധമായ മാധ്യമ പ്രവർത്തനത്തെ ഇതുപോലൊരു ചെറുപ്പക്കാരനെ ആക്കുന്ന ക്രൂരതയെ, പോലീസ് ക്രൂരതയെ, അതിന്റെ പേരിൽ ഒരു നടപടി എടുക്കാത്ത പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷനെ, അതിനാ നിലക്ക് തുടരാൻ ഞങ്ങൾ അനുവദിക്കില്ല. ശക്തമായ രാഷ്ട്രീയം, നിയമപരമായ പോരാട്ടം ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും. പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റിക്ക് ഈ എവിഡൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ കൈമാറാൻ പോവുകയാണ്. അത് അവിടെ മൂവ് ചെയ്യുമ്പോൾ അതിനൊരു കൗണ്ടർ സ്റ്റോറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുണ്ടാക്കിയ ബോംബ് ഉൾപ്പെടെയുള്ള കള്ളക്കേസുകൾ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്ന തെളിവുകളും ഞങ്ങൾ കൈമാറാൻ പോവുകയാണ്. ബോംബിന്റെ വിഷ്വൽ കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് നിങ്ങൾ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ അത് പുറത്തു വിട്ടതുമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നത്. ശേഷിക്കുന്ന കുറച്ചും കൂടെ കാര്യങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങളെ കണ്ട് മാധ്യമങ്ങളിലൂടെ കേരളത്തിലെ ജനങ്ങളെ അറിയിക്കും. പിന്തുണയുമായി വന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങളോട് ഈ കള്ളപ്രചരണങ്ങൾക്കിടയിലും യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് പിന്തുണയ്ക്കുകയും ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്ത കേരളത്തിലെ ബഹുമാന്യരായ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും വടകരയിലെ ഏറ്റവും പ്രിയപ്പെട്ട ജനങ്ങൾക്കും UDF-ന്റെ ഊർജ്ജസ്വലരായിട്ടുള്ള സഹപ്രവർത്തകർക്കും ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകർക്കും ഞാൻ നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കയ്യിലേക്ക് വരുന്ന സാധനം എന്താണെന്ന് അങ്ങനെ ലൈറ്റായിട്ട് പറഞ്ഞു പോകരുത്. അതൊരു സ്ഫോടക വസ്തു അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ആയിക്കോട്ടെ, ചോദിച്ചോളൂ. ഒന്നാമത്തെ കാര്യം, ആ സമരം അവിടെ തലേ ദിവസം മുതൽ ഞാൻ പറഞ്ഞു, ഒരു കോളേജ് ഇലക്ഷൻ ജയിച്ചത് മുതലുണ്ടാവുന്ന സംഘർഷങ്ങളാണ്. അതിന്റെ തലേ ദിവസം പോലീസ് ക്രൂരമായിട്ട് UDF പ്രവർത്തകരെ തെരഞ്ഞു വിളിച്ച് മർദ്ദിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതിഷേധ പ്രകടനം അവിടുത്തെ UDF പ്രഖ്യാപിച്ചതും ആ പ്രതിഷേധ പ്രകടനം
പോലീസിന്റെ പെർമിഷനോടുകൂടെ നടത്താൻ തീരുമാനിച്ചതാണ്. അത് അപ്പോൾ ഉണ്ടായ സമരമല്ല. ആ സമരത്തിന് അങ്ങനെ ഒരു സംഘർഷ ഉദ്ദേശങ്ങളില്ല. ആ സമരത്തിന്റെ ഒരു ഘട്ടത്തിലും ഒരു സംഘർഷം നടന്നിട്ടുമില്ല. പ്രകടനത്തിന് അനുമതി കൊടുത്ത സ്ഥലത്തേക്ക് പ്രകടനം CPM നടത്താൻ അനുവദിക്കുകയും ഞങ്ങളുടെ പ്രകടനം മാത്രം വഴിയിൽ തടയുകയും ചെയ്തപ്പോഴാണ് പോലീസുമായിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടായത്. ആ ഘട്ടത്തിൽ പോലും പോലീസിന് പരിക്കേൽക്കുന്ന തരത്തിൽ ആക്രോശിച്ചു എന്നൊക്കെ സമരത്തിൽ ആക്രോശിക്കുന്നതൊന്നും ഇപ്പൊ ആദ്യത്തെ കാര്യമല്ലല്ലോ. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ആക്രോശിച്ചു എന്ന് പറയുന്നു. ഇനി അത് മാത്രമല്ല, രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറയുമ്പോൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലാത്തി ചാർജും മർദ്ദനത്തിനും എല്ലാം ശേഷമാണ് അവിടെ ടിയർ ഗ്യാസും ഗ്രനേഡും ഇതൊക്കെ അവിടെ ഉണ്ടായത്. അതിന്റെ മുമ്പ് അവിടെ ഒരു പൊട്ടിത്തെറിയും നടന്നിട്ടില്ല, അവിടെ ഒന്നും നടന്നിട്ടില്ല. ഇനി അതൊക്കെ പോട്ടെ, ഞാൻ പറയുന്നത് നിങ്ങൾ കണക്കിലാക്കണ്ട. അവിടുത്തെ റൂറൽ SP പറയുന്നതിന്റെ വിഷ്വൽ നമ്മൾ കണ്ടതാണല്ലോ. ബോധപൂർവം പോലീസിലെ ചില ആളുകൾ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് വടകര റൂറൽ SP പറയുന്ന സ്റ്റേറ്റ്മെന്റിനേക്കാൾ കൂടുതൽ പോലീസാണ് അവിടെ പ്രകോപനം ഉണ്ടാക്കിയതെന്ന് പറയേണ്ടവർ എന്ത് തെളിവാ വേണ്ടത്? യു ഹാവ് സീൻ ദ വിഷ്വൽ. അപ്പൊ അതിനെ മറിച്ച് പിന്നെ എല്ലാ ചോദ്യങ്ങളും അതിനെ ഡയലൂട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളാണ്. ഞങ്ങൾ പറയുമ്പോൾ അത് പൊളിറ്റിക്കലാണെന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷെ വടകര റൂറൽ SP ആണ് പറയുന്നത് ഞങ്ങൾ അവിടെ അവിടെ അങ്ങനെ ഒരു ലാത്തി ചാർജ് ചെയ്യേണ്ട സീനേ ഉണ്ടായിട്ടില്ല, ലാത്തി ചാർജ് ചെയ്യാനുള്ള നിർദ്ദേശമില്ല, ഓർഡർ ഇല്ല, ലാത്തി ചാർജ് നടന്നിട്ടില്ല, വാണിംഗ് കൊടുത്തിട്ടില്ല, സൈറൻ കൊടുത്തിട്ടില്ല. പക്ഷെ പോലീസിലെ ചില ആളുകൾ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു, അടിച്ചു എന്ന് വടകര റൂറൽ SP പറയുന്നത്. അപ്പൊ അവിടുത്തെ പിന്നെ രാജേട്ടൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് 2 തവണ ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നു. അന്നത്തെ രാവിലത്തെയും തലേ ദിവസത്തെയും ഇൻസിഡൻസിൽ ഇതൊക്കെ ഉണ്ട്. ഞാൻ പറയുന്ന അതൊക്കെ എസ്കലേറ്റ് ചെയ്യാതിരിക്കാനുള്ള ശ്രമമാണ് ആ സമരരംഗത്ത് ചെന്നപ്പം നടത്തിയത്. ഈ മർദ്ദനം ഏറ്റതിന്റെ ശേഷം പോലും നടത്തിയതിന്റെ വീഡിയോ വിഷ്വൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരാം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ സംഘർഷം ഉണ്ടായിട്ട് ഈ മർദ്ദനം ഏറ്റിട്ട് അതിന്റെ ശേഷവും കയ്യിൽ വിട്ടുപോകുന്ന തരത്തിലുള്ള ഒരു പ്രതികരണവും നടത്താൻ ഒരു UDF പ്രവർത്തകനെ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല. ഇപ്പൊ ഞങ്ങളുടെ ഉദ്ദേശം അതിന്റെ എസ്കലേഷൻ ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അങ്ങനെ അല്ലല്ലോ പിന്നെ പെരുമാറുക. അല്ല, എന്നുവെച്ചാൽ പിരിച്ചു വിട്ടു എന്ന് എല്ലാ മാധ്യമങ്ങളും, ഒരു മാധ്യമമല്ല, എല്ലാ മാധ്യമങ്ങളും പേര് പറഞ്ഞ് പിരിച്ചു വിട്ടു എന്നുള്ള പറയുന്ന വാർത്തകളാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അതാണ് നിങ്ങളെ കാണിച്ചത്. സസ്പെൻഷന്റെ ഓർഡർ ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ ഡിസ്മിസലിന്റെ പിന്നെ കാര്യങ്ങളും പിന്നെ വാർത്തകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. പിന്നീട് അപ്പീൽ നൽകി, സർക്കാരിന് അപ്പീൽ നൽകി അദ്ദേഹത്തിന് ഇൻക്രിമെന്റ് കട്ട് ചെയ്തുകൊണ്ട് വീണ്ടും സർവീസ് കയറിയതാണ് പറയപ്പെടുന്നത്. അത് പിന്നീട് CPM തന്നെയാണ്, അല്ലെങ്കിൽ ഏത് നേതാക്കളെടുത്താണോ? അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, പിരിച്ചുവിട്ടതിന്റെ ഡീറ്റെയിൽ വിവരാവകാശ പ്രകാരം ചോദിക്കുമ്പോ അങ്ങനെ ഒരു ഡീറ്റെയിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ല എന്നുള്ള മറുപടി ആയിട്ടാ കൊടുക്കുന്നത്. ഇന്നലെ വന്ന വിവരാവകാശം ഈ ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടേ അല്ല. ഇതാണ് ഇവരുടെ പിരിച്ചുവിടലെങ്കിൽ ശുദ്ധികലശം നടത്തി ഇതുപോലെ ഒരു പോലീസ് കാലത്തും ചെയ്തിട്ടില്ല. പോലീസിലെ ക്രിമിനലുകളെ മുഴുവൻ അടിച്ചൊതുക്കുന്നു, ഇല്ലാതാക്കുന്നു. എന്നിട്ട് സഭയിൽ അത് അവകാശവാദമായിട്ട് ഉന്നയിച്ചു. അന്ന് രമേശ് ചെന്നിത്തല അന്ന് ചോദ്യങ്ങൾ ചോദിച്ചു. അന്നൊക്കെ വലിയ ക്ലെയിം വെച്ച ആളുകൾ ഇവരെ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നതിന്റെ പിന്നിൽ ഇപ്പം പോലീസും ഗവൺമെന്റും അറിയാതെ ഒരു ഇത്തരത്തിലുള്ള ആളുകളെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. 2023 ജനുവരി 16 വേറൊരു കേസിൽ സസ്പെൻഷൻ ആവുക, 19 3 ദിവസം കൊണ്ട് വേറൊരു കേസിൽ ഡിസ്മിസിലായി എന്നുള്ള വാർത്തകൾ വരിക, എന്നിട്ട് റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് ഇത്തരം ജോലികൾക്ക് ഇവരെ ഉപയോഗിക്കുക. ഇപ്പൊ പോലീസിൽ ഒരു ഗുണ്ടാ സെല്ല് CPM നിലനിർത്തുകയാണ്. വ്യാപകമായ അക്രമങ്ങൾ പ്രതിഷേധിക്കുന്നവർക്കെതിരെ നടത്തുന്നു. ഞാൻ ചോദിക്കുന്നു, ഒരു ഭരണകക്ഷി MLA കൈ പോലീസ് തല്ലി ഒടിച്ചത് നമുക്ക് ഓർമ്മയില്ല? കയ്യോ കാലോ എറണാകുളത്ത് ഒരു CPI-കാരന്റെ ഇപ്പം വടകര കൺട്രോൾ റൂമിന്റെ CI FIR-ൽ പറയുന്നു ഇയാളുടെ സാന്നിധ്യം അവിടെയുണ്ട്. ആ അഭിലാഷ് ഡേവിഡും ഈ അഭിലാഷ് ഡേവിഡും ഒന്നാണെങ്കിൽ ഇവരെ രേഖപ്രകാരം, കാരണം ഫോട്ടോ കാര്യങ്ങളൊന്നും സൈറ്റിൽ ഇല്ലല്ലോ, എന്താ കൊടുക്കാത്തതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അവിടെ സാന്നിധ്യം ഉണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇവരുടെ പ്രഥമ വിവരത്തിൽ പറയുന്നുണ്ട്, പിന്നെ IPSHO, അതുപോലെ ബാലുശ്ശേരി IPSHO, കുറ്റ്യാടി IPSHO, പെരുവണ്ണാമൂഴി IPSHO, വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ്.
പോലീസിന്റെ പ്രഥമ വിവരത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ സൈറ്റ് നോക്കുമ്പോൾ ഈ പേരവിടെ കാണുന്നുണ്ട്, ഫോട്ടോ കാണുന്നില്ല. അന്നത്തെ വാർത്തയിൽ ലൈംഗിക പീഡന കേസ് പ്രതിയുടെ കയ്യിൽ കൈക്കൂലി വാങ്ങി കേസ് അട്ടിമറിച്ചു എന്നുള്ളതാണല്ലോ ആ ഒരു ആക്ഷേപം. ഇത്രയും ഗുരുതരമായ ഒരു ആക്ഷേപത്തിൽ പുറത്തു പോയിട്ട് വന്നൊരു ഉദ്യോഗസ്ഥനെ ആ രീതിയിൽ തിരിച്ചെടുത്തതിൽ യാതൊരു വിവരമില്ല എന്നുള്ളതാണ്. അല്ല, തിരിച്ചെടുത്തതിന്റെ പിന്നിൽ പൊളിറ്റിക്കൽ മോട്ടീവാണ്. ഞാൻ പറഞ്ഞല്ലോ, ബാക്ക്ഗ്രൗണ്ട് പാർട്ടി ഓഫീസിൽ കിടന്നുറങ്ങി വളർന്ന ഒരാൾ എന്നുള്ള നിലക്ക് അവിടെ പലരും പറഞ്ഞു വെക്കും. ഇതുമായിട്ട് അന്വേഷിക്കുമ്പോൾ അതിന്റെ സ്ഥിരീകരണം തരേണ്ടത് പോലീസാണ്. പക്ഷെ അപ്പൊ അവരെ തിരിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നല്ലല്ലോ. ഒന്ന് സസ്പെൻഷൻ തിരിച്ചെടുക്കല്, ഒന്ന് രണ്ട് പിരിച്ചു വിട്ടു എന്ന് പുറത്ത് വാർത്ത കൊടുത്തിട്ട്, ഒന്നല്ലെങ്കിൽ പിരിച്ചു വിട്ടു എന്നുള്ള വാർത്ത തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ മാധ്യമങ്ങൾക്ക് കൊടുത്താണ് യഥാർത്ഥത്തിൽ പിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നില്ല, അത് വേറെ ഒരു അവകാശവാദമായിരുന്നു. അതല്ലെങ്കിൽ പിരിച്ചു വിട്ടിട്ട് രഹസ്യമാക്കി വെച്ച് തിരിച്ചെടുക്കുന്ന റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നത് രഹസ്യമാക്കി വെക്കുക. വിവരാവകാശ പ്രകാരം അതിന്റെ ഡീറ്റെയിൽ ചോദിക്കുമ്പോൾ ഇന്നലത്തെ വിവരാവകാശ രേഖ പ്രകാരം ഇന്നലെ ആ ഡീറ്റെയിലിനകത്ത് പറയുന്നു അങ്ങനെ ഒരു വിവരം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ല എന്ന് ഇവിടെ ഇതിൽ പറയാൻ, ഇതും ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാചകം കേട്ടോളൂ. പിന്നെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി സർവീസിൽ നിന്നും പിരിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ഈ കാര്യാലയത്തിൽ ഒരു പ്രത്യേക രേഖയായി ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല. PHQന്റെ വിവരാവകാശ മറുപടിയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താ? അത് വേണ്ടതാണോ? ക്രിമിനൽ നടപടികളുടെ പേരിൽ പോലീസിൽ നിന്ന് പിരിച്ചുവിട്ട പോലീസുകാരുടെ രേഖ ക്രോഡീകരിച്ചിട്ട് അവർ സൂക്ഷിക്കേണ്ടതാണോ അല്ലേ? അവര് വിവരാവകാശം ചോദിച്ചതിന് കൊടുത്ത മറുപടി അതാണ്. ഇനി ഒന്നാമത്തെ കാര്യം, ഇനി ഇത് ഈ കക്ഷിയുടെ പിന്നെ ഡീറ്റെയിൽ ഇതിപ്പോ കാസർകോട്ട് പിരിച്ചുവിട്ടതോ പിന്നെ കണ്ണൂര് പിരിച്ചുവിട്ടതോ ഒന്നുമല്ല, തിരുവനന്തപുരത്ത് തന്നെ പിരിച്ചുവിട്ടത്. അവിടുത്തെ കമ്മീഷണർ തന്നെ അറിയിച്ചു എന്നാണ് മാധ്യമങ്ങളെ വാർത്ത. അല്ലാതെ ഒരു അഭിലാഷ് ഡേവിഡ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ വെളിവായി എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയുള്ള ഇവന്മാരെ ഏത് തരത്തിലാണ് ഇവർ പിന്നെ നിയോഗിച്ചിരിക്കുന്നത്, എന്ത് കാര്യം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ വിവരങ്ങൾ ലഭ്യമല്ല. അല്ലെങ്കിൽ ഇപ്പൊ ഇതെങ്ങനെ വരിക? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എല്ലാവരും കൊടുത്ത വാർത്തകൾ തെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന ഫീഡിങ് തെറ്റായിരിക്കണം. ഇപ്പൊ കൂടെ പുറത്താക്കിയ ആളുകളുടെ ഡീറ്റെയിൽസ് ഉണ്ട്. കൂടെ പുറത്താക്കിയ ആളുകളുടെ ഇയാളുടെ ആ ഉത്തരവും കാണുന്നില്ല. പിരിച്ചു വിട്ടു എന്ന് പോലീസ് പ്രഖ്യാപിക്കുന്നതും വാർത്തകൾ വരുന്നതിലും ഇദ്ദേഹത്തിന്റെയും പേരുണ്ട്. പക്ഷെ പിരിച്ചു വിട്ടതിന്റെ റെക്കോർഡ് ഇദ്ദേഹത്തിന്റെ നോക്കിയാ അത് കാണും. രണ്ട് സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചെടുത്തതിന്റെ ഒക്കെ രണ്ട് നമുക്ക് എങ്ങനെ അറിയാം? ഇപ്പൊ ഇതിൽ കാണുന്ന ഈ ആൾ അന്വേഷിക്കുമ്പോൾ അയാൾ ഇപ്പോഴും പുറത്താ. ഇതിനോടൊപ്പം പിരിച്ചു വിട്ടു എന്ന് വാർത്ത വന്ന ആൾ ഇപ്പോഴും പുറത്താ. അപ്പൊ ഇദ്ദേഹം മാത്രം എങ്ങനെ തിരിച്ചു കയറി, അതോ ഇദ്ദേഹത്തെ പിരിച്ചു വിട്ടു എന്നുള്ളത് വെറുതെ ഒരു കണ്ണിൽ പൊടിയിടൽ മാത്രമായിരുന്നു എന്നുള്ളതൊക്കെ പോലീസാണ് വ്യക്തമാക്കേണ്ടത്. അവര് സർവീസിലുള്ളതായിട്ട് നമ്മൾ അറിയുന്നില്ല. ഇദ്ദേഹത്തെ പറ്റി അന്വേഷിക്കുമ്പോഴും ആളുകൾ, തിരുവനന്തപുരത്തെ പോലീസിൽ ചില ആളുകൾ ആദ്യം പറഞ്ഞതില്ല അയാൾ ഇപ്പൊ സർവീസിലില്ല എന്നാണ്. ഞാൻ പറഞ്ഞ അയാൾ സർവീസിലില്ലെങ്കിൽ ഇപ്പൊ അന്വേഷിച്ച ആള്, ഞാനിപ്പോ കേസ് പരമായി, അപ്പൊ അന്വേഷിച്ച ആള് പിന്നെ പറഞ്ഞ അയാൾ സർവീസിലില്ലെങ്കിൽ അയാൾ എങ്ങനെയാ കൺട്രോൾ റൂമിന്റെ CI ആയിട്ട് അവിടെ ഇരിക്കുന്നത്? പിരിച്ചുവിട്ടു എന്ന് പോലീസ് മാധ്യമങ്ങളെ അറിയിച്ച്, അല്ല ഞാൻ ഐ മേക്ക് ദ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ. പിരിച്ചുവിട്ടു എന്ന് പോലീസ് അവകാശപ്പെട്ട് മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ, ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ വാർത്ത കൊടുത്ത 3 ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ഈ അഭിലാഷ് ഡേവിഡ് എന്നുള്ള കാര്യത്തിനൊരു സംശയമാണ്. ആ അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിട്ടു എന്ന സർക്കാരിന്റെയും മാധ്യമങ്ങളോട് കൊടുത്തതും അസംബ്ലിയിൽ പറഞ്ഞതൊക്കെ ആയിട്ടുള്ള അവകാശവാദങ്ങളിൽ പെട്ട ആളുകളിൽ ഇദ്ദേഹത്തെ പിരിച്ചുവിടാതിരിക്കാനുള്ള, പിരിച്ചുവിട്ടിട്ടില്ലെങ്കിൽ അതിന്റെ കാരണം എന്താണ്, ഉണ്ടെങ്കിൽ അയാളെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നതിന്റെ കാരണം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തേണ്ടത് പോലീസാണ്, സർക്കാരാണ്. പക്ഷെ സർക്കാരിന്റെ അവകാശവാദ പ്രകാരം പിരിച്ചുവിട്ട പോലീസുകാരുടെ പട്ടികയിൽ ഉണ്ടെന്ന് നിങ്ങൾ എല്ലാ മാധ്യമ പ്രവർത്തകരും റിപ്പോർട്ട് ചെയ്ത ഒരാൾ ഇവിടെ വടകര കൺട്രോൾ റൂമിലെ പിന്നെ CI ആയിട്ട് ഇരിക്കുന്ന വിവരം തിരുവനന്തപുരത്തെ ചില പോലീസുകാർക്ക് പോലും ആശ്ചര്യമായിരുന്നു. അവർ പറഞ്ഞതില്ല. ഈ അഭിലാഷ് ഡേവിഡ് തന്നെയാണ് എന്നെ അസംബ്ലിയിൽ പറഞ്ഞ പേരുകളെ എനിക്ക് അറിയാം. പക്ഷെ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അന്ന് പിന്നെ മുഖ്യമന്ത്രി അന്ന് വിവിധ നടപടികളുടെ ഭാഗമായി
കാണാൻ കഴിയുമോ? ഞങ്ങളൊരു കാര്യം, ഞങ്ങൾ ആരും ഈ ഭരണവിലാസം യുവജന സംഘടനകളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ ഈ ഗുണ്ടാ നേതാക്കന്മാരുടെ സിമ്പതിക്ക് വേണ്ടിയോ പൊതുപ്രവർത്തനം നടത്തുന്നവരല്ല. ഞങ്ങൾ ജനങ്ങളുടെ പിന്തുണയ്ക്ക് വേണ്ടി പൊതുപ്രവർത്തനം നടത്തുന്നവരാണ്. ആ പിന്തുണ ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്കുണ്ടെന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഈ അക്രമങ്ങൾക്ക്, പ്രകോപനങ്ങളില്ലാത്ത ഈ അക്രമങ്ങൾക്ക് കാരണമെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ജനപക്ഷത്ത് ഉറച്ചു ഞങ്ങൾ നിൽക്കും. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളുമായി ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോകും. അധികാര തുടർച്ച എന്തിനു വേണ്ടിയാണ് ഇവർ ഉപയോഗിച്ചത് എന്ന് സമാധാനം ആഗ്രഹിക്കുന്ന മലയാളികൾ ഓരോരുത്തരും കൃത്യമായി ചിന്തിക്കേണ്ട ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അത് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണ്. അതനുസരിച്ച് തീരുമാനമെടുക്കാൻ പ്രബുദ്ധരായ മലയാളി സമൂഹത്തിന് കഴിയുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, അത് പാർട്ടി നേതൃത്വം, UDF നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. അവരതിന്റെ കാര്യങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് അവർ അറിയിക്കും. അവർ IG കണ്ടപ്പോൾ അവരൊരു ടൈം ലൈൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അന്ന് പോലീസ് ഒന്ന് വന്നു, അപ്പോൾ ഡോക്ടറും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് വരാമെന്ന് പറഞ്ഞു പോയതാ. പിന്നെ ഇതുവരെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പോലും ഒരാൾ വന്നിട്ടില്ല. അതിന്റെ നടപടിക്രമത്തിന്റെ ടൈം ലൈൻ എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണകളില്ല. പക്ഷെ ഞാൻ എടുത്തിട്ടില്ല, ഇതുവരെ എടുത്തിട്ടില്ല. അത് പരാതിയിൽ കൊടുക്കും. മാത്രമല്ല, ഈ അടിച്ചതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, ഈ വിവരങ്ങളും അടുത്ത ദിവസം തന്നെ, ഇന്നോ നാളെയായിട്ടോ അതും പരാതിയുടെ ഭാഗമായിട്ട് വെക്കും. ചേട്ടാ, എൻ്റെ മനസ്സിൽ CT സ്കാൻ ഒന്നുമില്ല. എനിക്ക് മൂക്കിന് പരിക്കേറ്റു, ചോര വന്നു എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നില്ല. ഞാൻ അപ്പം ആലോചിച്ചത് ഇവിടെ ഇതിന്റെ പേരിലൊരു സംഘർഷവും പാടും ഉണ്ടാവാതെ ഇതങ്ങ് പിരിച്ചുവിടുക എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു നല്ല ആശുപത്രിയിലേക്ക് പെട്ടെന്ന് അവിടെ നിന്ന് പോരുക എന്നുള്ള പ്ലാനാണ്. ഇന്നലെ എന്തിനാ സിറ്റി പോലീസ് കമ്മീഷണറെ നേരെ അവിടുന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു? പോലീസല്ലേ, സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ആളല്ലേ. ഇനിയിപ്പോ ആശുപത്രിയിൽ എവിടെ, ഒരു സെക്കൻഡ്, ഒരു പരിക്കേറ്റാൽ ആശുപത്രിയിൽ എവിടെ പോകേണ്ടത് എന്നുള്ളത് ഇപ്പൊ CPM-ന്റെ ഡയറക്ഷന് കാത്തിക്കാൻ പറ്റും? AKG സെന്ററിന് ഞാൻ ചോദിക്കുന്നത്, ഒരാളുടെ, നിങ്ങൾ ആലോചിച്ചൊക്കെ എത്ര ഒരു എങ്ങനെ എനിക്ക് എന്നെ പറയേണ്ട വാക്ക് എന്താണെന്ന് എനിക്ക് അറിയുന്നത്. എത്ര ബാലിശമായിട്ടുള്ള വാദങ്ങളാണ്. ഏത് ഹോസ്പിറ്റലിൽ കാണിക്കണം എന്ന് അവരുടെ സോഷ്യൽ മീഡിയയിൽ സൈബർ സഖാക്കൾ ഡയറക്ഷൻ, ഏത് പ്രോസസ്സിൽ എങ്ങനെ ചെയ്യണം. പിന്നെ അനസ്തീഷ്യനിസ്റ്റ് അല്ല തീരുമാനിക്കുന്നത്, മീശ പഠിക്കണം, താടി പഠിക്കണം, അതും പിന്നെ പോരാളി ഷാജിയാണ് തീരുമാനിക്കേണ്ടത്. എന്നിട്ട് എനിക്ക് അവരുടെ സൈബർ സഖാക്കളുടെ അത്ര ഇടപെടൽ ഞാൻ അതിനകത്ത് പറഞ്ഞു. പക്ഷെ LDF-ന്റെ കൺവീനർ എന്നൊരു ചോദിക്കുകയാണ്, മൂക്ക് പൊട്ടിയ വർത്താനം പറയാൻ പറ്റുമെന്ന് LDF-ന്റെ കൺവീനർ ചോദിക്കുമ്പോൾ ഞാൻ അതിന് വേറെ തരത്തിൽ മറുപടി പറയുന്നില്ല. എനിക്ക് ഒറ്റ ചോദ്യം, അദ്ദേഹം ജയരാജേട്ടന്റെ പണ്ടത്തെ ക്ലെയിമിനെ പറ്റി എന്തായിരിക്കും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് മാത്രമേ എനിക്ക് അതിനെപ്പറ്റി പിന്നെ ചോദിക്കാനുള്ളൂ. എന്നിട്ട് അവിടെ ആശുപത്രി കാണിച്ചുകൂടെ, ഇവിടെ ആശുപത്രി കാണിച്ചുകൂടെ, താടി പഠിച്ചുകൂടെ, മീശ പഠിച്ചുകൂടെ? ഒരു ഇൻസിഡന്റിന് ശേഷം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് അവർ വിഡ്ഢിത്തം പറയുന്നതാണെന്നല്ല കേട്ടോ ഞാൻ ധരിക്കുന്നത്. അവർ ബോധപൂർവം പറയാം. അത് ആളുകൾക്കിടയിൽ കൺഫ്യൂഷൻ സൃഷ്ടിക്കാൻ മാത്രമല്ല, കുറെ വാർത്തയും സ്പേസും ഇതൊക്കെ മാറി ചർച്ച. ഇപ്പൊ താങ്കൾ തന്നെ എത്ര നേരമായിട്ട് നിങ്ങൾ പ്രയാസപ്പെട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, അവർക്ക് വേണ്ടി ചോദിക്കുന്നതല്ല. അല്ല, ഞാൻ പറയുമ്പോ താങ്കൾക്ക് അറിയാലോ, ഇപ്പൊ ഒരു ആശുപത്രി, ഇപ്പം അവിടുന്ന് ഒരു പരിക്ക് പറ്റി, ഇപ്പൊ നല്ല ആശുപത്രിയിലേക്ക് ഇത് കാണിക്കണം എന്ന് ആഗ്രഹിച്ച് അവിടുന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് പോര്, അങ്ങനെ പോരും ഇവിടെ വന്നിട്ട് കാണിക്കുക. അയാൾക്ക് അവിടുന്ന് വരുന്ന വഴിക്ക് ഏതെല്ലാം ആശുപത്രി കാണിച്ചുകൂടെ? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇന്നലത്തെ പിണറായി വിജയൻ പോയത് അമേരിക്കയിലല്ലേ? അല്ല, അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതൊക്കെ പേഴ്സണൽ ചോയ്സ് ആണ്.
അദ്ദേഹത്തിന് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, പിന്നെ അവൻ സർക്കാർ ആശുപത്രിയിൽ പോയാൽ മതിയായിരുന്നില്ല, എന്നാൽ പിന്നെ ചെലവ് സർക്കാർ, ഇതിപ്പോൾ ഇവൻ MP ആയതുകൊണ്ട് അതിൻ്റെ ചെലവ് നമ്മൾ താങ്ങണ്ടേ, വേറൊരു പ്രചരണം. പിന്നെ അടുത്ത പ്രചരണം നടക്കുക, അവന് സർക്കാർ ആശുപത്രി ചികിത്സിച്ചാൽ പോരാ. ഞാൻ കുറച്ച് 1-2 വർഷമായിട്ട് ഞാൻ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ചികിത്സാ ചെലവ് അതിലേക്ക് ഞാൻ മാറ്റി. ഇനിയിപ്പം നാളെ എനിക്കിത് സർക്കാരിൽ നിന്ന് ചികിത്സാ ചെലവ് വാങ്ങേണ്ടി വരുമോ എന്നുള്ളത് എനിക്കറിഞ്ഞു. എന്തായാലും ഈ കാര്യത്തിന് ഞാൻ വാങ്ങിയിട്ടില്ല. ഞാൻ ഇൻഷുറൻസിന്റെ കാര്യത്തിലേക്ക് അത് മാറ്റിയിട്ടില്ല. അത് കാണിച്ചു ലേറ്റായിട്ട് വന്ന നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ഇച്ചിരി വൈകി. ഞാൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞതും അതിന്റെ വിഷ്വൽ ഉൾപ്പെടെ ആളുകളോട് കാണിച്ചു. ഇനി ഒരു കാര്യം ആലോചിക്കുക, ഇത്രയും വലിയ സംഘർഷവും പരിക്കുകയിട്ടു എന്നിട്ടും അവിടെ ഇന്നലെയൊക്കെ നടന്ന പോലത്തെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നടന്നു. അതെന്താ നടക്കാത്തത്? അത് നടക്കാത്തതിന്റെ കാരണം ഞാൻ അവിടെ നിന്ന് പറയുന്നത്, നിങ്ങൾ എൻ്റെ വിഷ്വൽ ഉൾപ്പെടെ കേട്ടല്ലോ, ഞാൻ അവിടെ നിന്ന് പറയുന്നത് നിങ്ങളിത് പിരിഞ്ഞു പോകണം, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, ഇതിന്റെ പിന്നിൽ അജണ്ട വേറെയാണ്, ഇത് ശബരിമല കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ്, അതുകൊണ്ട് അതിനെ നമ്മൾ പൊളിറ്റിക്കലി ലീഗലി നമ്മൾ നേരിടും. നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് അവസാനിപ്പിക്കുന്നത് ഒരാൾക്കൂട്ടമല്ല, ഇത് UDFന്റെ പ്രവർത്തകരാണെങ്കിൽ ഇതിലൊരു നേതൃത്വമുണ്ട്, ആ നേതൃത്വം പറയുന്നത് അനുസരിക്കണം എന്ന് പറഞ്ഞ് ഈ ഇൻസിഡന്റ് ഉണ്ടായ ശേഷവും ഒരു പോലീസുകാരനെ പോലും പരിക്കേൽക്കാതെ അവിടെയുള്ള 100 കണക്കിന് പ്രവർത്തകരെ പിരിച്ചുവിട്ടിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോരുന്നത്. അപ്പം ഞങ്ങളുടെ ഉദ്ദേശം വയലൻസിന്റെ എസ്കലേഷൻ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്കത് ചെയ്യേണ്ട കാര്യമില്ല. MP-ക്ക് പരിക്കേറ്റു, പ്രവർത്തകന്റെ കണ്ണെറി, പ്രതികരിക്കാൻ ആഹ്വാനം കൊടുത്തിട്ട് പലരും ചെയ്യുന്ന പോലെ മാറി നിന്നാൽ മതി. പക്ഷെ പിരിച്ചുവിടുന്ന പോലെ ഞങ്ങൾ മാറി നിന്നിട്ടില്ല. 1, 2 ഞാൻ ചെന്നിട്ടാണ് അവിടെ മുഴുവൻ സംഘർഷം ഉണ്ടായെന്നാണ് ചില നേരത്തെ പറഞ്ഞ ചില നേതാക്കന്മാരുടെ പിന്നെ തിരക്കഥ. അതിൻ്റെ തലേ ദിവസം ഉണ്ടായ സംഘർഷങ്ങൾ താങ്കൾക്ക് പേരാമ്പ്രയിലെ പത്രപ്രവർത്തകർ നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാവുന്നതാണല്ലോ. ഞാൻ അവിടെ ചെന്നിട്ടാണ് അവിടെ പോലീസിൻ്റെ 5-6 റൗണ്ട് പിന്നെ ഇഞ്ചോടിഞ്ച് പേരാമ്പ്രയിൽ സംഘർഷം. ഞാൻ അവിടെ ചെല്ലുന്നതിൻ്റെ തലേ ദിവസം ഉണ്ടായ ഇൻസിഡൻറ്റ് തൊട്ടടുത്ത ദിവസം വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്ത ഞങ്ങൾ ആരെങ്കിലും അവിടെ ചെന്നിട്ടാണ്? ഞാൻ അവിടെ ചെന്ന ശേഷം വയലൻസ് എസ്കലേറ്റ് ചെയ്തിട്ടില്ല, പോലീസാണ് ഉണ്ടാക്കിയത്. അതാണ് റൂറൽ SP പറഞ്ഞത് മാത്രം അതിന് മറുപടി. പോലീസ് ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു. അതിൽ കൂടുതലൊരു മറുപടി ഞങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ. ആളില്ലേ കഴിയുന്നത്? സമരം കഴിയും, തീർച്ചയായിട്ടും കഴിയും. ഇപ്പൊ കൂടുതൽ തെളിവ് കൊണ്ടുവന്നിരിക്കില്ലേ? ഇനി ഞങ്ങൾ കോൺക്രീറ്റ് ആയിട്ട് ആവശ്യപ്പെടും. ഞങ്ങൾ ആവശ്യം അത് UDF ആലോചിച്ച് ഞങ്ങൾ ആലോചിക്കും. ഞാൻ ICU നിന്ന് മാറി പിറ്റേ ദിവസം പിന്നെ രാത്രി വൈകി മാറി റൂമിലേക്ക് വന്നു. അവിടെ എന്തോ പ്രൊസീജിയറോ സാധനം, എനിക്ക് രാവിലെ ചെറിയൊരു ഇതിൻ്റെ പ്രയാസങ്ങളൊക്കെ ഉള്ള ഒരു സമയത്ത് പോലീസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പോലീസ് വന്നെന്ന് പറഞ്ഞപ്പോൾ 2 മണിക്ക് കാണാം, ഇതൊന്ന് കഴിഞ്ഞാൽ 2 മണിക്ക് കാണാമെന്ന് പറഞ്ഞു. ശരി, പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്, പിന്നെ വന്നിട്ടില്ല. ഇപ്പോൾ പോലീസിനെ എന്നെ കാണാനാണെങ്കിൽ വേണം എന്നുള്ളതാണെങ്കിൽ അതിനെന്തെല്ലാം മാർഗങ്ങൾ. ആശുപത്രി ഉണ്ടായിരുന്നു, പുറത്തുണ്ടായിരുന്നു. രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ എത്താ ആൾക്കാരെ വീട്ടിലൊക്കെ കയറി ബഹളം ഉണ്ടാക്കാനൊക്കെ ഇറങ്ങിയ പോലീസിന് വേണമെങ്കിൽ ചെയ്യായിരുന്നല്ലോ. ഇവിടുത്തെ പോലീസ് കുറച്ചായിട്ട് ഞാൻ ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയാം. ഇപ്പം ഇങ്ങനത്തെ സംഘർഷങ്ങൾ മാത്രമല്ല, ഇപ്പൊ കാഫർ സ്ക്രീൻഷോട്ടിന്റെ അവസാനം ചെന്ന് നിന്നത് DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റിലാണ്. എന്തുകൊണ്ടാണ് അതിന്റെ അന്വേഷണം അതിന്റെ അപ്പുറത്തേക്ക് പോകാത്തത്? ഞങ്ങൾ കോടതിയിൽ കേസ് കൊടുക്കേണ്ടി വന്നിട്ടാണ് അത്രയെങ്കിലും വിവരങ്ങൾ പുറത്തു വന്നത്. എന്ത് ഇവിടുത്തെ പോലീസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളും ആലോചിക്കൊണ്ടൊരു കാര്യമാണ്. അല്ല, എന്നെ അവിടെ ഒരു വീടിന്റെ താക്കോൽദാനത്തിനാണ് ക്ഷണിച്ചത്. ഞാൻ അവിടെ പോയപ്പോൾ അവിടുത്തെ ആ വേദിയിൽ വെച്ച് തന്നെ അതിൻ്റെ അധ്യക്ഷൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, ലൈഫ് പദ്ധതി പ്രകാരമൊക്കെ വീട് അനുവദിച്ചു, പക്ഷെ ആ വീട് ഒരിക്കലും പൂർത്തിയായില്ല. ആ വീടിൻ്റെ നിർമ്മാണം എവിടെ എത്തിയില്ല. ആ വീടിൻ്റെ ഗൃഹനാഥൻ മരണപ്പെട്ടു പോയി. ആ കുടുംബം വലിയ പ്രയാസത്തിലാണ്. അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ 6.5 ലക്ഷം രൂപ ആ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടി തിരിച്ചു. ആ കുടുംബത്തിന് ഒരു കോൺഗ്രസിൻ്റെ അവിടെ ഒരു കുടുംബസംഗമം നടന്നപ്പോൾ അവരെ വേദിയിലേക്ക് വന്നു എന്നുള്ളതാണ്. അത് അതിൻ്റെ അധ്യക്ഷൻ അവിടെ തന്നെ പറയുന്നത്, ആരും ഒന്നും മറച്ചു വെച്ചിട്ടില്ല. അതിൻ്റെ അധ്യക്ഷൻ, എനിക്കതങ്ങനെ എന്നൊരു വീടിൻ്റെ താക്കോൽദാനെന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ ഞാൻ പോയി. പക്ഷെ അതിൻ്റെ അധ്യക്ഷ പ്രസംഗം അവിടെ നടത്തുമ്പോൾ പറയുന്നുണ്ട്, ആൾ മരിച്ചുപോയി, പൂർത്തിയാകാതെ മരിച്ചുപോയി. അപ്പം അതിന് കുടുംബം പ്രയാസത്തിലായിരുന്നു.
2 പെൺകുട്ടികളും ആ ചേച്ചി അടങ്ങുന്ന ഒരു കുടുംബത്തിന് അത് പൂർത്തീകരിച്ചു കൊടുക്കാൻ ആ നാട്ടിലെ ജനങ്ങൾ സംഘടിച്ചുണ്ടാക്കി കൊടുത്താണ്. ആ വിവരം അവർ പറഞ്ഞത് പ്രകാരം ആ വിവരം അത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അറിയിച്ചു എന്നാണ് അവരവിടെ പറഞ്ഞത്. പിന്നെ അവിടെ മൈക്കിൽ പ്രസംഗിച്ച വിവരം അതാണ്. അല്ലാണ്ട് പിന്നെ ഒരു വേറെ ആരുടെയും കുഞ്ഞിൻ്റെയും പിതൃത്വം ഏറ്റെടുക്കാനൊന്നും പിന്നെ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നു. അല്ല അതാണ് ഇപ്പൊ താങ്കൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിരിച്ചു വിട്ടു എന്നുള്ള അവകാശവാദം ഒരു വശത്ത് വലിയ ക്ലെയിമായിട്ട് പറയാം. സസ്പെൻഷനിലുള്ള ഒരാളെ പിന്നെ തിരിച്ചെടുക്കുന്നത് ചിലപ്പോൾ നടപടിക്രമങ്ങളാണ്. പിരിച്ചു വിട്ട ഒരാളെ പിന്നെയും തിരിച്ചെടുത്തിട്ട് അവരെ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാ? അപ്പൊ പോലീസിലെ ക്രിമിനലുകൾ CPM വേണ്ടപ്പെട്ടവർ എവിടെയും പോകുന്നില്ല. അത് ട്രൈബ്യൂണലായിട്ടും അല്ലാതെ ആയിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ മറ്റുള്ളവരുടെ മൂക്കിനും തലക്കും പാലത്തിനും ഒക്കെ കേടുവരുത്താനുള്ള ഗുണ്ടാപ്പണി തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എത്ര പേര് കയറിയിട്ടുണ്ട്. പിന്നെ ഈ പിരിച്ചുവിട്ടതിന്റെ വലിയ ക്ലെയിം അവകാശവാദം എന്തിനായിരുന്നു? ഇപ്പം നേരത്തെ ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്ന നിങ്ങൾ കേട്ടില്ലേ, വേറെ രാജ്യത്തെ ഏതെങ്കിലും ഒരു സർക്കാരിന് ഇങ്ങനെ പറയാൻ പറ്റുമെന്നൊക്കെയാണ് തള്ളിമറിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്. നമുക്ക് കാണുന്നില്ല, നിങ്ങളുടെ വാർത്തകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ വിഷയത്തിൽ അല്ല അതെ, കാക്കി ഹെൽമെറ്റിന്റെ വിഷയത്തിൽ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. പുള്ളി തന്നെ അത് പറഞ്ഞത് നന്നായി. ഒരു സെക്കൻഡ് ഇപ്പൊ കാണിച്ചു തരാം. അത് മാത്രമല്ല, പോലീസ് എഫ്ഐആറിൽ പറയുന്നുണ്ടല്ലോ ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് അല്ല, അദ്ദേഹം കാക്കി ഹെൽമെറ്റിനെ പറ്റി പറഞ്ഞതിന് അല്ലല്ല, അതും കാണിച്ചു തരാം. അതും കാണിച്ചു തരാം. അത് പുള്ളി കണ്ടിട്ടില്ലല്ലോ. അതെ, നോക്കി, ഇതാ കാക്കി ഹെൽമെറ്റ്. പുള്ളി പറഞ്ഞ സത്യമാണ്. അത് സ്ഥിരീകരിച്ചതിന് പുള്ളിക്ക് ഒരു നന്ദിയും കൂടെ അറിയിക്കുന്നു. പുള്ളി അടിക്കുന്നതിന്റെ വിഷ്വൽ നിങ്ങളുടെ ഫോണിലുണ്ട്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് അത് അങ്ങനെ ആക്കണമെങ്കിൽ പ്രഥമ വിവര പട്ടികയിൽ പറയുന്നുണ്ട് വടകര കൺട്രോൾ റൂം CI അഭിലാഷ് ഡേവിഡ്. പിന്നെ ഇതിന്റെ കാര്യത്തിലും ഇത് നിലത്ത് വീണ് പൊട്ടിയിട്ടുണ്ടാവുന്ന അപകടമല്ല. ഇതേപോലെ നിങ്ങൾ അപകടം ചെയ്യാനായിരുന്നു. ഇത് മുഖത്ത് വന്നിട്ട് ഗ്രനേഡ് ടിയർ ഗ്യാസ് പൊട്ടുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്റെ തൊട്ടടുത്ത് നിന്നിരുന്ന ആളാ. എന്നെക്കാളും ഉയരക്കൂടുതലുണ്ടായിരുന്ന എന്റെ തൊട്ടടുത്ത് നിന്നിരുന്ന ഒരാള്. അപ്പൊ ഈ ഗ്രനേഡ് ഇവർ എവിടുത്തെ എറിഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. പിന്നെ അതിനകത്തൊന്നും ഒരു വീഴ്ചയില്ലെങ്കിൽ രാവിലെ 7 മണി മുതൽ പറയുന്ന സമയത്ത് ഇത് എറിയാൻ 16-ാം തീയതി എല്ലാവരോടും വരിവരിയായി നിൽക്കാൻ പറയേണ്ട ആവശ്യം പോലീസിനുണ്ടോ? ഒരു ഓർഡർ ഇറക്കേണ്ട ആവശ്യം എന്ന് വെച്ചാൽ അവർക്ക് അറിയാം അവരുടെ കയ്യിൽ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. റൂറൽ എസ്പിയുടെ സ്റ്റേറ്റ്മെന്റ്, ഈ ഉത്തരവ്, ട്രെയിനിങ് പരിശീലനം കൊടുക്കാനുള്ള നിർദ്ദേശം, അതൊക്കെ അറിയാം. ഇനി അത് മാറ്റരുതെന്ന് പറയണേ. കാക്കി ഹെൽമെറ്റാണ് ഇട്ടതെന്ന് പുള്ളി പറയുന്നുണ്ട്. പിന്നെ